നമസ്കാരം, ഐശ്വര്യയാണ്. വളരെ രസകരമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പീഡന പരമ്പരയിലെ പ്രധാനപ്പെട്ട ആളാണ് മിസ്റ്റർ മുകേഷ്. മുകേഷിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന മീനു മുനീർ. ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ ഓരോരുത്തരെയും മെൻഷൻ ചെയ്തിട്ട്. അധികം അതാരും ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ മീനു മുനീർ എന്ന വ്യക്തി, ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന പേഴ്സണലി എനിക്ക് അവരെ കോൺടാക്റ്റ് ഒന്നും ചെയ്യാനുള്ള യാതൊരു മാർഗങ്ങളും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അല്ല, നാണമില്ലേ നിങ്ങൾക്ക്? ഒരു ശക്കലം ഒരു ഉളുപ്പില്ലേ? പെണ്ണുങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള പേരെടുത്ത് പറയാണ്. മീനു മുനീർ എന്ന ഈ വ്യക്തിയോട് പേരെടുത്ത് വയ്ക്കണം. പെണ്ണുങ്ങൾക്ക് നാണക്കേടാണ് നിങ്ങളെപ്പോലുള്ളവർ. നിങ്ങൾക്ക് ഏത് രീതിയിലും ജീവിക്കാം, എന്ത് രീതിയിലും ജീവിക്കാം. അതൊന്നും ആരും ഈ വന്ന കാലത്ത് മറ്റൊരാളുടെ പേഴ്സണൽ സോണിലോട്ട് ആരും കയറാത്തൊരു കാലമാണ്. പക്ഷേ ഇതൊരു നാണം കെട്ട ഇടപാടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സ്ത്രീകളുടെ മക്കൾ വലുതായപ്പോൾ അവർ ധൈര്യം തന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ആ ഭർത്താവെന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥ അപാരമാണ്. ഇനിയും കാര്യത്തിലേക്ക് കടക്കാം. മുകേഷ് പീഡിപ്പിച്ചു എന്ന് ഉള്ളതാണ് വിഷയം. മുകേഷ് എന്നൊരു വ്യക്തി ഒരിക്കലും മാന്യനാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അയാളുടെ ഭാര്യമാർ പറഞ്ഞിട്ടുള്ള അവർക്കാണല്ലോ, കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയുള്ളൂ. അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഇതുകൊണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടും പൊതുവിലുള്ള ഒരു ഇത് വെച്ചിട്ടും, അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള അഭിപ്രായം വെച്ചിട്ടല്ലേ, നമ്മളോട് ആരോടും അയാളൊന്നും ചെയ്തിട്ടല്ലല്ലോ നമ്മൾ ഈ പ്രതികരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത്ര നല്ല മനുഷ്യനാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ മീനു മുനീർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നാണമില്ലേ സ്ത്രീയെ? നിങ്ങൾ എന്താണ് കാണിച്ചിരിക്കുന്നത്? അയാളെ പീഡിപ്പിക്കുകയല്ല, അയാളുടെ കൂടെ സ്വന്തം ഇഷ്ടപ്രകാരം അയാളുടെ കൂടെ പോവുകയും കഴിയുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർ പറയുന്നത് കേട്ടില്ലേ, ഞാനൊരു അത്യാവശ്യം ഒരു സിംഗിൾ മദറാണ്, ഒരു പേരൻ്റാണ് ഞാൻ. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. ഞാൻ അയാളോട് 25,000 രൂപ ചോദിച്ചത് എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നില്ല. സ്ത്രീകൾക്കത് തെറ്റാണ്. തന്നെ പീഡിപ്പിച്ച ആളിൻ്റെ കയ്യിൽ നിന്ന് 25,000 1,00,000 രൂപയൊക്കെ പിന്നീട് കടം ചോദിക്കുന്നതിനെ ബ്ലാക്ക് മെയിലിംഗ് എന്നും അല്ലെങ്കിൽ അതിനെ പീഡിപ്പിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. തൻ്റെ ഇഷ്ടപ്രകാരം പോയിട്ട് പിന്നീട് അത് മുതലെടുക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങി താൻ പോയിട്ട് പിന്നീട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അയാളോട് പൈസ ചോദിക്കുന്നു, പൈസ ചോദിച്ച് തന്നില്ലെങ്കിൽ അയാളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നു. നാണം കെട്ട പരിപാടിയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കണേ. ഈ സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം അയാളുടെ വാഹനത്തിൽ അയാളുടെ ഫ്ലാറ്റിൽ പോവുകയും തിരിച്ചു കൊണ്ടുവന്ന് വിടുകയും ചെയ്യും. അതെങ്ങനെ അപ്പം പീഡനമാകുന്നത്? ഇപ്പം നിങ്ങളെ ഒരാൾ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ പീഡനം കഴിഞ്ഞ് അവൻ്റെ വണ്ടിയെ നിങ്ങൾ വരുമോ? അത് പീഡനമാണോ? അതെന്തുവാ പീഡനം? അങ്ങനത്തെ പീഡനം എന്തുവാ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കും. ഞാനും ഒരു പെണ്ണാണ്. എന്തൊരു നാണം കെട്ട ഇടപാടാണ്. അവരുടെ കുട്ടിക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് 25,000 രൂപ ചോദിച്ചു. അവർ പറയുന്നതല്ലേ, എനിക്ക് അമ്മയിൽ ഇതോ തന്നില്ല, അംഗത്തോ തന്നില്ല, എന്നെ പീഡിപ്പിച്ചു, അമ്മയിൽ അംഗത്വവും തന്നില്ല, എന്നിട്ട് 25,000 രൂപ ഞാൻ ചോദിച്ചത് തെറ്റാണോ? എന്നിട്ട് അതും തന്നില്ല. എന്നിട്ട് ഇവരുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കസിൻ ചോദിച്ചു, എൻ്റെ പെണ്ണിനെ, അവരുടെ ആ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം, വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെ പെണ്ണിനോട് നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തെളിവുകൊണ്ട് 1,00,000 രൂപ വേണമെന്ന്. ഈ മുകേഷിനെ പോലെ തന്നെയുള്ള മറ്റൊരാൾ മുകേഷിനോട് ഇവർ പൈസ ചോദിപ്പിച്ചു 1,00,000 രൂപ. അപ്പോഴും അയാൾ കൊടുത്തില്ല. അപ്പോൾ ഇത് പീഡനമാണോ? ഇവരും റോഡിൽ മോശപ്പെട്ട സാഹചര്യത്തിൽ പോകുന്ന, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പോകുന്ന പാവപ്പെട്ട സ്ത്രീകൾ ഒരുപാട് പേര് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇവരും ഈ റോഡിൽ മോശപ്പെട്ട സാഹചര്യത്തിൽ പോകുന്ന സ്ത്രീകളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമുക്ക് ആ വാക്കുകൾ എടുത്ത് പ്രയോഗിക്കാൻ എൻ്റെ മാന്യത എന്നെ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ പറയാം. ഈ മീനു മുനീറെ നിങ്ങളെ നേരിട്ട് കാണാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി ഞാൻ നിങ്ങളോട് ഓരോ സ്ത്രീക്കും ചോദിക്കാനുണ്ട്. ഓരോ സ്ത്രീയുടെയും മാനത്തിലാണ് നിങ്ങൾ വിലയിട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാൽ പെണ്ണ് പറയാൻ പോലും നിങ്ങൾ കാരണം ഭയം ഉണ്ടാവും. എന്ത് ധൈര്യത്തിൽ പറയും? കാര്യം ഇങ്ങനെ ഈ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഇടയിലേക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സ്പ്രെഡ് ചെയ്യുകയാണ്. അതായത് ഒരിക്കൽ സൗകര്യത്തിന് ഒരുത്തൻ്റെ കൂടെ പോവുകയും പിന്നീട് അവൻ പീഡിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ സ്ത്രീ അങ്ങനെയാണെന്ന് ചിന്തിക്കുമോ എന്ന് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിച്ചു പോവും. നിങ്ങളൊക്കെ സമൂഹത്തിന് ഭാരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു, നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ. അല്ല, എനിക്കറിയാൻ വേണ്ട ഫെമിനിസ്റ്റ് അമ്മച്ചിമാരൊന്നും ഇതൊന്നും കാണുന്നില്ലേ? പുരുഷൻ പീഡിപ്പിച്ചു അത് ഇത് മറിച്ചില്ലെന്ന് പറഞ്ഞ് എന്തൊന്നൊക്കെയാണ് കുറേ ഫെമിനിസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഞാനും നിങ്ങളും ഒക്കെ സ്ത്രീയാണ്. നമ്മൾക്ക് എന്തെങ്കിലും
തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ ഒത്തൊരുമിച്ച് അതിനോട് പ്രതികരിക്കണം. പക്ഷേ ഈ തുല്യതയും ഫെമിനിസവും ഒക്കെ പറയുന്നവർ ഇപ്പം ഇതൊന്നും പറയുന്നില്ലേ? ഈ സ്ത്രീ കാണിക്കുന്നതിനെതിരെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ലേ? നമ്മളെപ്പോഴും, ഞാൻ ഒരിക്കലും പുരുഷൻ ഞാൻ പറഞ്ഞല്ലോ, മുകേഷ് എന്നൊരു വ്യക്തി മഹാ കൊക്കോഴിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമുക്കും അനുഭവത്തിൽ കൂടെ അറിയത്തില്ല. എന്നാലും ആൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇങ്ങനെ ചുമ്മാതെ വരത്തില്ല. എത്രയോ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാത്ത നടന്മാർ നമ്മുടെ സിനിമയിലുണ്ട്. എന്തുകൊണ്ട് അവർക്കെതിരെ വരുന്നില്ല? അവർ ഈ പണിയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവർക്കെതിരെ എന്തുകൊണ്ട് തുടർച്ചയായിട്ട് വരുന്നു? അപ്പോൾ ഇവരിൽ എന്തൊക്കെയോ സംതിങ് റോങ്. ഈ പറഞ്ഞ ജയസൂര്യയെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഈ മുകേഷിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇപ്പം നിവിൻ പോളി അവരെയൊക്കെ കുറിച്ച് പറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ അവർ പൊളിച്ചടുക്കി കൈ കൊടുത്തത് കണ്ടോ? നമ്മൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആലോചിക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ്. ഈ മീനു മുനീർ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജനങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ളത്. അവരെന്താ പറയുന്നത്? അവരുടെ സംസാരം, അവരുടെ ഒരു ക്ലിപ്പ് നിങ്ങൾ ഒരു സെക്കൻഡ് ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു കഴിയുന്നത് പച്ചക്കള്ളമാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. പിന്നല്ലയോ കോടതിക്ക്. ഇവരും മുകേഷ് എന്ന വ്യക്തിയും തമ്മിൽ ഇമ്മോറൽ തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. പക്ഷെ അത് പീഡനമല്ല, പൂർണ്ണ സമ്മതത്തോടുള്ള വഴിവിട്ട ബന്ധമാണ്. പൈസ കൊടുക്കാതെ വന്നപ്പോൾ അത് പീഡനമാക്കിയതാണ്. അതും തൻ്റെ മക്കൾ ഇത്രയും വളർന്നപ്പോഴാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അവരുടെ എൻ്റെ ഇത്രയും നാൾ കുഞ്ഞുങ്ങളിൽ ഇപ്പം മക്കൾ സപ്പോർട്ട് ചെയ്തിട്ടാണ്. ആ മക്കളിപ്പോൾ ഇവർ തല്ലിക്കൊന്നില്ലെങ്കിൽ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം. ഇവർ സിംഗിൾ പേരൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ രണ്ടാമത് വിവാഹം കഴിച്ചതാണ്. ഇപ്പം പിന്നീട് വിവാഹം കഴിച്ചാണ്. ഇനി അയാളുടെ കൂടെയുള്ള ദാമ്പത്യ ജീവിതം ഏതാണ്ട് ഇക്കണക്കിനാണെങ്കിൽ മുന്നോട്ട് നല്ല രസമായിരിക്കും. ഇവരൊക്കെ പെണ്ണുങ്ങൾക്ക് നാണക്കേടാണ്. നിങ്ങളൊക്കെ ഏത് രീതിയിൽ പോകും, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. ഒരാൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകാം, എന്ത് കാണിക്കാം, എന്ത് ഇതാകാം. പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇങ്ങനത്തെ കഥകൾ എടുത്ത് പറയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് മിനിമം ജെന്യൂനിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ ജനങ്ങൾ ഇതുപോലെ ചോദ്യം ചെയ്യും. അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം ഞങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നതാണ് ഇതൊക്കെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുന്നതാണ്, ഞങ്ങളെല്ലാവരും ഇരുന്ന് കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കിത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നാണമില്ലേ? വ്യക്തമായി ചോദിക്കുന്നു. മീനു മുനീറെ, നാണമില്ലേ? നിങ്ങളുടെ പിന്നെ ചാനലിലെ ആൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നാണമില്ലേ? എന്നെ അതിന് 25,000 രൂപ തന്നില്ല, അല്ലെ 1,00,000 രൂപ തന്നില്ല, പീഡിപ്പിച്ചവനാണോ സ്ത്രീയെ നിങ്ങൾ പൈസ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇതിലും ഏറ്റവും ബെറ്റർ ഒരു പണിയുണ്ട്, ഭിക്ഷ എടുക്കാം. നമ്മുടെ ഈ റോഡിലൊക്കെ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഏണെ വെച്ചുകൊണ്ട് ഭിക്ഷയ്ക്ക് വരുന്ന അമ്മമാരുണ്ടല്ലോ, അവരൊക്കെ ദൈവങ്ങളാണ്. അല്ലെ തൻ്റെ മാനം വിട്ട് തൻ്റെ മക്കളുടെ വയറിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന അമ്മമാർ ദൈവങ്ങളാണ്. കാര്യം അവരവരുടെ മക്കളുടെ ഭക്ഷണത്തിന് വേണ്ടി. ഇമാതിരിയല്ല. ഈ ലോകത്തിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ത്രീഗണത്തിൽ പെടും ഇങ്ങനത്തെവർ. ലോകത്ത് തെറ്റ് ചെയ്യാത്തവരോ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നോ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ കാണിച്ച കുനിഷ്ഠ ബുദ്ധി, ഈ വൃത്തികേടുകളെല്ലാം കാണിച്ചിട്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇതുകൊണ്ട് നാളെ സിനിമ കിട്ടുമെന്നാണോ? അല്ലെങ്കിൽ നിങ്ങളങ്ങ് ഭയങ്കര പ്രശസ്തിയാകുമെന്നാണോ? നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ വരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. ഇപ്പോൾ സമൂഹത്തിൻ്റെ നാടിൻ്റെ മൊത്തം മുന്നിലേക്ക് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തു. നിങ്ങൾ ചെയ്ത കഥകളും ഇതായി. ഒന്നുമില്ലെങ്കിൽ മുകേഷിൻ്റെ കൂടെ പോയതെങ്കിലും നാട്ടുകാരറിയാതിരിക്കും. ഇത്രയും ചീപ്പ് ടോക്കിംഗ് ഞാൻ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ ഒരു കുറ്റബോധമുണ്ട്. എന്നാലും പറഞ്ഞില്ലെങ്കിൽ ഇതിനോടൊക്കെ പറയാൻ വേറെ മാർഗ്ഗമില്ല. എൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറയണ്ടേ? സമൂഹത്തിലെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയണ്ടേ? നമ്മൾ ആരോട് പറയും? നമ്മൾ പറഞ്ഞു പോകും. അപ്പം എനിക്കങ്ങനെയാണ്. അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് പ്രതികരിക്കണമെന്ന് തോന്നും. ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. അപ്പം ഇവരോട് മാത്രമാണ് ഈ വീഡിയോ. നാണക്കേട്. നോർമൽ അഭിമാനമുള്ള സ്ത്രീകളാണെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യും. ഇതൊക്കെ ഇപ്പം ഇനിയൊരു രക്ഷയില്ല. പിന്നെ അവർ പറയുന്നതല്ലേ, ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിക്കാൻ നാണമില്ലേ? നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? നിങ്ങൾ ചെയ്തത് ശരിയാണോ? നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? നിങ്ങൾ എന്തുവാ സ്ത്രീ കാണിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമില്ലായ്മയുണ്ടോ? അല്ലെ നിങ്ങൾക്ക് വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റുള്ള ഒരു സമൂഹത്തിന് മൊത്തം ഒരു നാണക്കേടുണ്ടാക്കി വെക്കുക. പല കുഞ്ഞുങ്ങളും നാളെ പറയാൻ പാടുവിടും. അവരെ വല്ലതും ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും പറയാൻ പേടി തോന്നും. കാരണം അവരെയും ഈ ഗണത്തിൽപ്പെടുത്തും. അതുകൊണ്ട് ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് കോടതി തീരുമാനിക്കണം.